സ്വർഗത്തിൽ നമ്മെ ഇരുത്തിയിരിക്കുക. ഞാൻ ആരോടുകൂടി ഇപ്പം ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ യേശു എന്നോടുകൂടെ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ലെന്ന് പറഞ്ഞ കർത്താവ് എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ബെൻഹദദിന്റെ അവസ്ഥ മാറി നോക്കി. രഥത്തിൽ വേറെ ആർക്കെങ്കിലും കയറാൻ പറ്റുമോ? ആർക്കും പറ്റത്തില്ല. അത് ഇസ്രായേൽ രാജാവിന് വേണ്ടി മാത്രമുള്ളതാണ്. ആ കൂട്ടത്തിൽ ശത്രുവായിരുന്നവനെ പിടിച്ച് ബാക്കിയെല്ലാം സ്തബ്ധരായിട്ട് നിൽക്കുക. കേറ്റ് രഥത്തിൽ എന്നെ നിങ്ങളെ ചേർത്തിരുത്തുന്ന ഒരു നാമമുണ്ടെങ്കിൽ യേശു എന്ന നാമമേ ഉള്ളൂ. ഈ ഭൂമിയിൽ നിന്നെ ആരും ചോർത്ത് പിടിച്ചില്ലെങ്കിലും, നീ അർഹിക്കുന്ന സ്ഥാനത്ത് നിന്നെ ഇരുത്തിയില്ലെങ്കിലും, അതിലും വലിയ സ്ഥാനത്ത് നിന്നെ ദൈവം ഇരുത്തിയിട്ടുണ്ട്. സകല നഷ്ടങ്ങളെയും പരിഹരിച്ചു തരുന്ന ദൈവമാണ്. നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ, അത് നിനക്ക് സ്തോത്രം, നിന്റെ നന്മയെങ്കിൽ, നിന്റെ അവകാശമെങ്കിൽ അതിനെ തിരികെ തരുന്ന ഒരു ദൈവമുണ്ടെന്ന്. നീ അനുഭവിക്കേണ്ട നന്മകളെ ശത്രു പിടിച്ചു വയ്ക്കുവാൻ അനുവദിക്കാതെ വണ്ണം അതിനെ മടക്കിത്തരുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് എന്നോടും നിങ്ങളോടും കൂടെയുള്ളതെന്ന് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പറ. എന്റെ നഷ്ടപ്പെട്ട സമാധാനത്തെ മടക്കി തന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. എന്റെ നഷ്ടപ്പെട്ട സന്തോഷത്തെ മടക്കി തന്ന ദൈവത്തെ എനിക്കറിയാം. എന്റെ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ മടക്കി തന്ന ദൈവത്തെ എനിക്കറിയാം. എന്റെ നഷ്ടപ്പെട്ട കുടുംബ സമാധാനത്തെ മടക്കി തന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. അതുകൊണ്ട് നഷ്ടങ്ങളിലും എന്ത് ചെയ്യരുത്? പതറരുത്. വിശ്വാസത്തോടെ ഒന്ന് പാടാമോ? നഷ്ടങ്ങളിലും പതറിടലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റെ താണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റെ താണേ.